പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 20 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് കറണ്ട് അഫേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെയധികം സഹായിക്കുകയുള്ളൂ. ഇൻ്റർവ്യൂസ് അതുപോലെ തന്നെ റിട്ടേൺ എക്സാംസിലെ കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം കുറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. പുതിയ പുതിയ കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടതും പുതിയ പുതിയ പ്രോജക്ട്സുകൾ ഇവയെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. ഇന്ന് സെപ്റ്റംബർ 20 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കോൺക്ലേവ് ഓൺ ബ്ലൂ ഇക്കോണമി യീൽഡ് 7-8 crore ബിസിനസ് പ്രപ്പോസൽ. നീല സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കോൺക്ലേവിൽ 7288 കോടിയുടെ ബിസിനസ് പ്രപ്പോസൽ ലഭിച്ചു. ഇന്നലെ നടന്നിട്ടുള്ള ഒരു ബ്ലൂ ഇക്കോണമിയായി ബന്ധപ്പെട്ട, അതായത് നീല സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വന്നിട്ടുള്ള ഒരു കോൺക്ലേവ് ആണ്, ഒരു കോൺഫറൻസ് ആണ്. ഇത് നടന്നിട്ടുള്ളത് എവിടെയാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 18-19 തീയതികളിൽ നടന്ന കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് ആയ ബ്ലൂ ടൈഡ്സ് എവിടെയാണ് നടന്നത്? കോവളം. ഇന്നലെ കോവളത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത്. സെപ്റ്റംബർ 18-19 തീയതികളിൽ ആയിരുന്നു. ബ്ലൂ ടൈഡ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി എന്നാൽ നീല സമ്പദ് വ്യവസ്ഥ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺക്ലേവിൻ്റെ പേരായിരുന്നു ബ്ലൂ ടൈഡ്സ്. നടന്നിട്ടുള്ളത് കോവളത്താണ്. കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് ആയ ബ്ലൂ ടൈഡ്സിൽ നിന്ന് ലഭിച്ച ബിസിനസ് പ്രപ്പോസൽ എന്താണ്? 7288 കോടി രൂപ. അതായത് 7288 കോടി രൂപയുടെ ബിസിനസ് പ്രപ്പോസൽസ് ആണ് നിരവധി ഇൻവെസ്റ്റേഴ്സിൻ്റെ വന്നിട്ടുള്ളത്. അതായത് നീലസമ്പദ് വ്യവസ്ഥ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നായിരുന്നു കോവളത്ത് നടന്നിട്ടുള്ള കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി, അതുമായി ബന്ധപ്പെട്ട കോൺഫറൻസ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രിയാണ് സജി ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലും കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ്റെ പ്രസൻസിലുമാണ് ആ ഒരു ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് നടന്നിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ശക്തിപെക്സ് 2025 ഇനോഗ്രേറ്റഡ് അറ്റ് കൊൽക്കത്ത. ശക്തിപെക്സ് 2025 കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഇത്തരത്തിലുള്ള വേർഡ്സ് കാണുമ്പോൾ നമ്മൾ ഡിഫൻസ് ആണ് പ്രത്യേകിച്ച് ഓർക്കുക. എന്നാൽ ഇത് ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അല്ല. ശക്തിപെക്സ് 2025. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 19 കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശക്തിപെക്സ് 2025 ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? കൊൽക്കത്ത ജനറൽ പോസ്റ്റ് ഓഫീസ്. കൊൽക്കത്ത ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പ്രോഗ്രാം ആണ് ശക്തിപെക്സ് 2025. ഇത് ദുർഗാപൂജയെ ബന്ധപ്പെട്ട് സ്റ്റാമ്പുകൾ റിലീസ് ചെയ്തു. ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് കൊൽക്കത്ത ജനറൽ പോസ്റ്റ് ഓഫീസ് ആണ്. 2025 സെപ്റ്റംബർ 19 ശക്തിപെക്സ് 2025 എന്ന പേരിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത്. കൊൽക്കത്ത GPOയിൽ സംഘടിപ്പിച്ച ഫിലാറ്റലിക് എക്സിബിഷൻ പേരെന്താണ്? ശക്തിപെക്സ് 2025. അപ്പോൾ സ്റ്റാമ്പായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 19 കൊൽക്കത്ത ജനറൽ പോസ്റ്റ് ഓഫീസ് നടന്നിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് ശക്തിപെക്സ് 2025. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 10th ആയുർവേദ ഡേ ടു ബി സെലിബ്രേറ്റഡ് ഓൺ 20th സെപ്റ്റംബർ. സെപ്റ്റംബർ 23 10ാമത്തെ ആയുർവേദ ദിനം ഘോഷിക്കും. ഈ സെപ്റ്റംബർ 23 10ാമത്തെ ആയുർവേദ ഡേ. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സെപ്റ്റംബർ 23 10ാം ആയുർവേദ ദിനം എവിടെയാണ് ആഘോഷിക്കുക? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ഗോവ. ഗോവയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലാണ് 10ാമത്തെ ആയുർവേദ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആയുർവേദം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെപ്റ്റംബർ 23 എന്ന തീയതിയാണ് എല്ലാ വർഷവും ആയുർവേദ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇത് ഗോവയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ വെച്ചാണ് 10ാമത്തെ ആയുർവേദ ഡേ ആഘോഷിക്കാൻ പോകുന്നത്. 10ാം ആയുർവേദ ദിനത്തിന് പ്രമേയം എന്തായിരിക്കും? ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ആയുർവേദം ജനങ്ങൾക്കും ഗ്രഹത്തിനും വേണ്ടി. ഈ ഒരു തീം, അതായത് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന
തീം ബേസ് ആയിരിക്കുള്ളൂ 10ാമത്തെ ആയുർവേദ ഡേ. 2016 മുതൽ എല്ലാ വർഷവും ദേശീയ ആയുർവേദ ദിനം ആഘോഷിക്കുന്നത് ഏത് അവസരത്തിലാണ്? ധന്വന്തരി ജയന്തി, ധന്തരാസ്. ധന്തരാസ് അല്ലെങ്കിൽ ധന്വന്തരി ജയന്തി ആയി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും ആയുർവേദ ഡേ അത് ആഘോഷിക്കുന്നത്. ധന്വന്തരി ജയന്തി അല്ലെങ്കിൽ ധന്തരാസ് എന്നത് ദിവാളി ഫെസ്റ്റിവൽ ആയി ബന്ധപ്പെട്ട ഒന്നാണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റിയെ ബന്ധപ്പെട്ട ഒന്നാണ് ഈ ഒരു ദിനത്തെ ധന്വന്തരി ജയന്തി അല്ലെങ്കിൽ ധന്തരാസ് ആയി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രി ആരാണ്? പ്രതാപ് റാവു ജാദവ്. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ആയുഷ് ആണ് പ്രതാപ് റാവു ജാദവ്. ആയുഷിന്റെ അണ്ടറിലാണ് ആയുർവേദ വരുന്നതും 10ാമത്തെ ആയുർവേദ ഡേ ആണിപ്പോൾ ഈ വർഷം ഗോവയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ ആഘോഷിക്കാൻ പോകുന്നത്. തീം ആണ് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫസ്റ്റ് ഹിൽസ കൺസൈൻമെന്റ് റീച്ചസ് ഇന്ത്യ. ആദ്യ ഹിൽസ കൺസൈൻമെന്റ് ഇന്ത്യയിലെത്തി. ഇപ്പൊ ഹിൽസ എന്നത് എന്താണ്? ഏത് രാജ്യത്തു നിന്നാണ് ഹിൽസ എന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ദുർഗാപൂജയ്ക്ക് ഇന്ത്യയിലേക്ക് 1200 മെട്രിക് ടൺ ഹിൽസ മത്സ്യം അയക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇപ്പൊ ഹിൽസ എന്ന് പറയുന്നത് ഒരു മത്സ്യമാണ്. 1200 മെട്രിക് ടൺ ഹിൽസയാണ് ബംഗ്ലാദേശിൽ നിന്ന് ദുർഗാപൂജയെ ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് അയക്കുന്നത്. അതായത് കൊൽക്കത്ത അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിൽ ഹിൽസ എന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ആ ഒരു മത്സ്യത്തിന് ഭയങ്കര ഡിമാൻഡ് ആണ്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സ്യമാണെന്നാണ് അറിയപ്പെടുന്നത് ഹിൽസ. ഇതേ മത്സ്യം തന്നെ കൊൽക്കത്തയിലും പിടിക്കുന്നുണ്ട്. എന്നാൽ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് വരുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു മത്സ്യത്തിന്. ബംഗ്ലാദേശിൽ മത്സ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ്? ഹിൽസ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇലിഷ് എന്ന് പറയുന്ന ഈ ഒരു മത്സരമാണ് ക്യൂൻ ഓഫ് ഫിഷ് എന്നറിയപ്പെടുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ബീഹാർ ഗവൺമെന്റ് അനൗൺസസ് ₹1000 പെർ മന്ത് ഫോർ അൺഎംപ്ലോയ്ഡ് ഗ്രാജുവേറ്റ്. തൊഴിൽ രഹിത ബിരുദധാരികൾക്ക് ബീഹാർ സർക്കാർ പ്രതിമാസം 1000 രൂപ പ്രഖ്യാപിച്ചു. ഈ കഴിഞ്ഞ ദിവസം ബീഹാർ ചീഫ് മിനിസ്റ്റർ പ്രഖ്യാപിച്ച ഒന്നാണ്. അതായത് അൺഎംപ്ലോയ്ഡ് ഗ്രാജുവേറ്റ്സിന് പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു പുതിയ സ്കീം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 19 തൊഴിൽ രഹിത ബിരുദധാരികൾക്ക് പ്രതിമാസം 1000 രൂപ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? ബീഹാർ. ഇന്നലെ സെപ്റ്റംബർ 19 ബീഹാറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു തീരുമാനം. പ്രതിമാസം 1000 രൂപ എന്ന ആ ഒരു തീരുമാനമാണ് അൺഎംപ്ലോയ്മെന്റ് യൂത്തിന് നൽകാൻ പോകുന്നത്. എന്നാൽ ഇതും ഒരു ലിമിറ്റഡ് പീരീഡ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ജീവിതകാലം മൊത്തം തൊഴിൽ ചെയ്തില്ലെങ്കിൽ എല്ലാ മാസവും 1000 രൂപ കിട്ടും എന്ന ഒരു സ്കീം അല്ല. ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ഒരു പ്രത്യേക സമയത്തിലേക്ക് വേണ്ടി മാത്രം ആണ് 1000 രൂപ പ്രതിമാസം നൽകുക. തൊഴിൽ രഹിത ബിരുദധാരികൾക്ക് പ്രതിമാസം 1000 രൂപ പ്രഖ്യാപിച്ച ബീഹാർ മുഖ്യമന്ത്രിയുടെ പേര് ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ. ബീഹാറിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് നിതീഷ് കുമാർ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ആദമ്യ കമ്മീഷൻ അറ്റ് പാരദീപ് പോർട്ട്. പാരദീപ് തുറമുഖത്ത് കോസ്റ്റ് ഗാർഡ് കപ്പൽ ആദമ്യ കമ്മീഷൻ ചെയ്തു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പാരദീപ് തുറമുഖത്ത് കമ്മീഷൻ ചെയ്ത 8 ആദമ്യ ക്ലാസ് ഫാസ്റ്റ് പെട്രോളിംഗ് കപ്പലുകളുടെ പരമ്പരയിലെ ആദ്യത്തേതായ ആദമ്യ ഏത് സായുധ സേനയ്ക്കാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള ഒരു പെട്രോളിംഗ് വെസൽ ആണ് ആദമ്യ. ആദമ്യ എന്ന കപ്പൽ ഇത് 8 കപ്പലുകളിലെ ആദ്യത്തെ കപ്പലാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി 51 മീറ്റർ നീളമുള്ള ആദമ്യ എന്ന കപ്പൽ ഏത് ഷിപ്പിംഗ് കമ്പനിയാണ് നിർമ്മിച്ചത്? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അപ്പോൾ 51 മീറ്റർ നീളത്തിലുള്ള ഒരു ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽ ആണ് ആദമ്യ. 8 കപ്പലിലെ ആദ്യത്തെ ഒരു കപ്പലാണ് ആദമ്യ. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് എത്ര പ്രവർത്തന മേഖലകളുണ്ട്? 5. സോ ടോട്ടൽ ഓപ്പറേഷൻ റീജിയൻസ് സാധാരണയായിട്ട് പറയുമ്പോൾ കമാൻഡുകൾ പറയാറുണ്ട്. ആർമി, എയർഫോഴ്സ്, നേവി എല്ലാം കമാൻഡ് ആണെങ്കിൽ ഇവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഇത് ഓപ്പറേഷണൽ റീജിയൻസ് ആണ്. ടോട്ടൽ 5 റീജിയൻസ് ആണുള്ളത്. അതിൽ ഒരു റീജിയൻ ആണ് ലാസ്റ്റ് റീജിയൻ ആണ് ആൻഡമാനിലെ. ഇന്ത്യൻ ആർമിക്ക്
7 കമാൻഡ്സ് ആണുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിനും അതുപോലെ തന്നെ സെയിം 7 കമാൻഡുകൾ. ഇന്ത്യൻ നേവിക്കാണെങ്കിൽ 3 കമാൻഡ് ആണുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് 5 ഓപ്പറേഷൻ റീജിയൻസ് ആണുള്ളത്. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.